മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ആദ്യമായി ഇസ്ലാമിക നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ജിം എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്ന പരസ്യം ചർച്ചയാകുന്നു. പാട്ടുണ്ടായിരിക്കില്ല, ശരീരഭാഗങ്ങളാകെ മറച്ചായിരിക്കും പരിശീലനം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സമയം തുടങ്ങിയവയൊക്കെയാണ് പരസ്യത്തിലെ അവകാശവാദം. പാലക്കാട് കേന്ദ്രീകരിച്ച് മുമ്പ് പ്രവർത്തിച്ചിരുന്ന ജിമ്മാണ് ഇത്തരത്തിൽ മാറ്റുന്നതെന്ന് ഉടമ സമൂഹ മാധ്യമങ്ങളിലൂടെ അവകാശപ്പെടുന്നു. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു കാര്യമാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ? രേണുക, പാലക്കാട് പുതുനഗരത്തിലാണ് ഇത്തരത്തിലൊരു ജിം തുടങ്ങുന്നു എന്ന പരസ്യവുമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ജിമ്മിൻ്റെ ഉടമ തന്നെ രംഗത്ത് വരുന്നത്. ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിം, അതായത് സംസ്ഥാനത്തെ ആദ്യത്തെ ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിമ്മാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത് എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട അവകാശവാദം. ഇവിടെ സംഗീതം, മ്യൂസിക് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ശരീരം മറയ്ക്കുന്ന തരത്തിൽ, ഇസ്ലാമിക നിയമപ്രകാരം ശരീരം മറയ്ക്കുന്ന തരത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കും ഇവിടെ പരിശീലനത്തിന് അനുവാദം ഉണ്ടാവുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് സ്ത്രീയും പുരുഷനും ഒരിക്കലും ഇടകലർന്നുകൊണ്ടുള്ള ഒരു പരിശീലനം ഉണ്ടാവില്ല. മാത്രമല്ല, ഇസ്ലാമിക നിയമപ്രകാരം ശരീരം മറച്ചുകൊണ്ട് മാത്രമേ ഇവിടേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഇസ്ലാമിക നിയമപ്രകാരം എങ്ങനെയാണോ ശരീരം മറയ്ക്കണമെന്ന് നിഷ്കർഷിക്കുന്നത് അതുപോലെ ശരീരം മറച്ചുകൊണ്ട് ഇവിടെ പരിശീലനത്തിന് എത്താൻ സാധിക്കുകയുള്ളൂ എന്നീ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. മുമ്പ് ഇവിടെയും ഇതുപോലെ ഇസ്ലാമിക നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ജിം എന്നത് കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് അത്തരത്തിലുള്ള ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിം എന്ന തരത്തിലേക്കാണ് ഇതിനെ കൊണ്ടുവരാൻ ഉടമ ശ്രമിച്ചിട്ടുള്ളത്. മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ജിമ്മാണ്, അത് ഇപ്പോൾ നവീകരിച്ച് രണ്ടാമത് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലൊരു പരസ്യം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അറിയിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നൽകിയിട്ടുള്ളത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ട്. ഇങ്ങനെ ഒരു മതത്തിൻ്റെ മാത്രമായിട്ട് ഇത്തരത്തിലുള്ള മത നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ജിം എന്ന് പറയുമ്പോൾ അത് മറ്റു പല തരത്തിലേക്കും വഴിമാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്ന വിമർശനം ഉയരുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന മറ്റൊരു കാര്യം, എല്ലാ മതക്കാർക്കും ഇവിടേക്ക് പ്രവേശനമുണ്ട്. അങ്ങനെ മതത്തിൻ്റെ പേരിൽ ആരെയും വേർതിരിച്ചുകൊണ്ടല്ല ഈ ജിം പ്രവർത്തിക്കുക, മറിച്ച് ഇത് മത നിയമങ്ങൾ കൂടി അനുശാസിക്കുന്ന തരത്തിലായിരിക്കും ഈ ജിമ്മിൻ്റെ പ്രവർത്തനം ഉണ്ടാവുക എന്നാണ് ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ അവർ പുറത്തിറക്കിയ വീഡിയോയിൽ പറയുന്നത്. എന്താണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ജിമ്മിൻ്റെ പ്രവർത്തനം തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്ത വിവരങ്ങൾ മാത്രമാണ് ഇതുവരെ ലഭ്യമായിട്ടുള്ളത്. ജിമ്മിൻ്റെ ഉടമയുടെ നേരിട്ടുള്ള പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.